ക്രിസ്റ്റിയും എബിയും കൂടെയാണ് അവനെ എയർപോർട്ടിലാക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവർ രണ്ടുപേരും ഈവനിങ് ആയപ്പോൾ റെഡിയായി നിൽപ്പുണ്ട്. നീയ ആ സമയത്താണ് ചായ കൊണ്ട് വന്നത്. ക്രിസ്റ്റി കുസൃതി ചിരിയോടെ അവളെ നോക്കി. അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. പരസ്പരമുള്ള ഇവരുടെ കണ്ണുകൊണ്ടുള്ള കഥകളി കണ്ടു എബി ഒന്ന് ഉറക്കെ ചുമച്ചു. രണ്ടുപേരും ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. അവൻ രണ്ടിനെയും നോക്കി കണ്ണുരുട്ടി പേടിപ്പിച്ചു. ഉടനെ കല്യാണം നടത്തിയില്ലെങ്കിൽ ഞാൻ ഇതിലും വലുതൊക്കെ കാണേണ്ടി വരും ഇവിടെ, എബി ആരോടെന്നില്ലാതെ പറഞ്ഞു. എന്താടാ, നീ ഇവിടെ ആരുടെ കല്യാണത്തിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച? ഡെവി ചോദിച്ചു. ഞാൻ ഇവരുടെ കാര്യം പറഞ്ഞതാ പപ്പ. ക്ലാസ് കഴിഞ്ഞ് ഉടനെ കല്യാണം നടത്തുന്നതാകും നല്ലത്, എബി പറഞ്ഞു. നീയും ക്രിസ്റ്റിയും പരസ്പരം നോക്കി. അത് അലക്സ് കൂടെ വന്നിട്ട് നോക്കാം. ഇവൾക്കിനി ആകെ 2 ആഴ്ച കൂടെയല്ലേ ക്ലാസ് ഉള്ളൂ, ഡെവി പറഞ്ഞു. ക്രിസ്റ്റി ചിരിയോടെ നീയെ നോക്കി. അവളുടെ മുഖത്ത് നാണം കൊണ്ട് ചുവപ്പ് രാശി പടർന്നു. അല്ല, എബിച്ചനും ഞങ്ങളുടെ കൂടെ അങ്ങ് കെട്ടിക്കൂടെ? ഞെട്ടി മാമാ ഞെട്ടി. എബി ക്രിസ്റ്റിയെ ഒന്ന് നോട്ടം നോക്കി. ആ, നീയും കൂടെ പറയാൻ ബാക്കിയുള്ളൂ. ഞങ്ങളൊക്കെ പറഞ്ഞു തളർന്നു, ഡെവി ക്രിസ്റ്റിയെ സപ്പോർട്ട് ചെയ്തു പറഞ്ഞു. അപ്പോഴേക്കും അല്ലുവും ദേവും താഴേക്ക് വന്നു. അപ്പോഴേക്കും എല്ലാവരും വന്നു. അവൻ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. കാൽ കയറും മുന്നേ ദേവുവിനെ മുറുകെ കെട്ടിപ്പിടിച്ചവളുടെ നെറ്റിയിലും കവിളിലും അമർത്തി ചുംബിച്ചു. ശ്രദ്ധിക്കണം, അവളുടെ കവിൾ തട്ടി പറഞ്ഞു അവൻ കാറിലേക്ക് കയറി. അവൻ പോയതും അതുവരെ അടക്കിപ്പിടിച്ചു നിർത്തിയ സങ്കടം മുഴുവൻ ജെസ്സിയെ കെട്ടിപ്പിടിച്ചു തീർത്തു. അവളുടെ സങ്കടം കണ്ട് എല്ലാവർക്കും പാവം തോന്നി. അല്ലു, മിണ്ടാതെ സീറ്റിൽ ചാരിയിരിക്കുന്ന അലക്സിനെ എബി വിളിച്ചു. അല്ലു ഒന്നമർത്തി മൂളിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല. വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? എബി അവന്റെ പതിവില്ലാത്ത മൗനം കൊണ്ട് ചോദിച്ചു. ചെറിയ പ്രശ്നമുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒരാളുടെ ശ്രദ്ധ ദേവുവിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകണം. പിന്നെ എബി, റീത്ത അവൾ വീട്ടിലുള്ളപ്പോൾ ദേവുവിനെ പ്രത്യേകം നോക്കണം, അല്ലു പറഞ്ഞു. എബി ഒന്ന് മൂളി. പിന്നെ നീയ, അവളെ ശ്രദ്ധിക്കണം, അല്ലു പറഞ്ഞു. നീ ഇങ്ങനെ അവിടെ ഇവിടെ തൊടാതെ കാര്യം പറയടാ, എബി ക്ഷമ നശിച്ചു പറഞ്ഞു. ഏതൻ നാട്ടിലുണ്ട്, അല്ലു അത്രമാത്രം പറഞ്ഞു. എബി ഞെട്ടി. കാരണം ഇവർ തമ്മിലുള്ള ശത്രുത എത്രയാണെന്ന് അവനറിയാം. അവന്റെ കണ്ണുകൾ ഇപ്പോൾ ദേവുവിനെയാണ് നോട്ടമിട്ടേക്കുന്നത്. കൂടെ റീത്തയുടെ പെട്ടെന്നുള്ള മാറ്റം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അല്ലു പറഞ്ഞു നിർത്തി. ബാക്കി വീട്ടിലുള്ളവരെയൊക്കെ ഗാർഡ്സ് ശ്രദ്ധിക്കും. നീയ ദേവു ഇവർ രണ്ടും പുറത്തു പോകുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ വേണം. പിന്നെ ആരും ഒന്നും സംസാരിച്ചില്ല. എയർപോർട്ടിലെത്തി അലക്സ് അവരോട് യാത്ര പറഞ്ഞ് അകത്തേക്ക് പോയി. അവൻ വീട്ടിലൊന്ന് വിളിച്ചു പറഞ്ഞ് ഫോൺ ഓഫാക്കി. നീ തിരിച്ചു വരുമ്പോൾ നിനക്ക് നല്ലൊരു സമ്മാനം ഞാൻ ഒരുക്കുന്നുണ്ട്, അലക്സ് ഡേവ് പാലക്കൽ എയർപോർട്ടിന് പുറത്തു നിന്നവൻ മനസ്സിൽ പറഞ്ഞു. അവന്റെ ചുണ്ടിൽ ക്രൂരമായ പുഞ്ചിരി വിരിഞ്ഞു. അലക്സ് പോയിട്ട് ഇന്ന് 2 ദിവസമായി. രാവിലെ എല്ലാവരെയും വിളിച്ചു സംസാരിച്ചു. പക്ഷേ ദേവുവിനോട് മാത്രം മിണ്ടിയില്ല. അതവൾക്ക് സങ്കടമായി എങ്കിലും അത് പുറത്ത് കാണിച്ചില്ല. ഇന്നു മുതൽ ദേവു ഓഫീസിലും നീയ ക്ലാസ്സിനും പോയി തുടങ്ങുന്നുണ്ട്. രാവിലെ ദേവു ഓഫീസിൽ പോകാനായി ഒരുങ്ങിയിറങ്ങുമ്പോഴാണ് അലക്സ് എല്ലാവരെയും വിളിച്ചു സംസാരിച്ച് എന്ന് അറിഞ്ഞത്. നീയ റെഡിയായി പോകാൻ തുടങ്ങുമ്പോൾ തന്നെ റിയയും വന്നു. റിയ 2-3 ദിവസമായി ആകെ സൈലന്റാണ്. ഞങ്ങൾ ഇറങ്ങുവാ, നീയ എല്ലാവരോടും പറഞ്ഞിറങ്ങിയതും ദേവു താഴേക്ക് വന്നു. ഒരു ഡാർക്ക് റെഡ് കളർ ഷിഫോൺ സാരിയാണ് വേഷം. കണ്ണിലൽപ്പം കൺമഷിയുണ്ട്, നെറ്റിയിൽ സിന്ദൂരം, പിന്നെ തലമുടി കുളിപ്പിന്നലാണ്. എന്നിട്ടും അവളെ കാണാൻ വല്ലാത്ത ഒരു ഭംഗിയുണ്ടായിരുന്നു. എന്റെ പൊന്നിച്ചേച്ചി, എന്തൊരു ഭംഗിയാ കാണാൻ. എനിക്ക് തന്നെ കണ്ടിട്ട് പ്രേമിക്കാൻ തോന്നുന്നു. ആ സിന്ദൂരം കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ആരെങ്കിലും വന്ന് പെണ്ണ് ആലോചിച്ചേനെ. നീയുടെ പറച്ചിൽ കേട്ട് എല്ലാവരും ചിരിച്ചു. ദേവു അവളെ കണ്ണുരുട്ടി പേടിപ്പിച്ചു. നിന്റെ ചാച്ചൻ ഒരുത്തനുള്ളത് അറിയാലോ. അവന്റെ പെണ്ണിനെ ആരെങ്കിലും നോക്കിയെന്ന് അറിഞ്ഞാൽ കണ്ണ് ചൂഴ്ന്നെടുക്കും. അതാണ് മുതൽ, രവി പറഞ്ഞു. അമ്പോ, ഓർമ്മിക്കല്ലേ പപ്പ, നീയ തലയിൽ കൈവച്ചു പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. പപ്പ, ഞാൻ പോയിട്ട് വരാം, ദേവു പറഞ്ഞു. മോൾ എങ്ങനെ പോകും? ദേവു ചോദിച്ചു. എബിച്ചൻ വരുന്നുണ്ട് ഇന്നു മുതൽ ഓഫീസ്, ദേവു പറഞ്ഞു. അതെന്തായാലും നന്നായി, രവി പറഞ്ഞു. ആ പോയാലോ? അപ്പോഴേക്കും എബി റെഡിയായി വന്നു. പപ്പ, ഞങ്ങൾ ഇറങ്ങുവാ. നീയും റേയും ഇന്നു മുതൽ ഞാനാ ക്രിസ്റ്റിയോ ആകും ഡ്രോപ്പ് ചെയ്യുന്നതും പിക്ക് ചെയ്യുന്നതും. എബി മുന്നേ ഇറങ്ങി. കൂടുതലൊന്നും പറയാനോ ചോദിക്കാനോ നിൽക്കാതെ ബാക്കിയുള്ളവരും അവരുടെ പിറകെ ഇറങ്ങി. ഡെവി, വല്യമ്മച്ചിയുടെ വിളി കേട്ട് ഡെവി മുഖമുയർത്തി നോക്കി. എന്താ അമ്മച്ചി? ഡെവി ചോദിച്ചു. എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? അതാണോ പിള്ളേരെ അവൻ തന്നെ കൊണ്ടാക്കാം എന്ന് പറഞ്ഞത്? അമ്മച്ചി ആകുലതയോടെ ചോദിച്ചു. അറിയില്ല അമ്മച്ചി, അവന്മാരിപ്പോൾ പ്രശ്നം എന്തെങ്കിലും വന്നാൽ എന്നോട് പറയുമോ? ഡെവി ചോദിച്ചു. ജെസ്സിയും ഇത് കേട്ടാണ് അടുക്കളയിൽ നിന്ന് വന്നത്. അവളുടെ മുഖത്ത് ഒരു ടെൻഷനുണ്ട്. അവൾക്ക് ചെറിയ എന്തെങ്കിലും മതി. അതുകൊണ്ട് ഡെവി ഒന്നുമില്ലെന്ന് കണ്ണ് ചിമ്മി കാണിച്ചു. അതെ, എന്താ രാവിലെ ഞങ്ങളെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യാനും വിളിച്ചു കൊണ്ടുവരാനും മാത്രം പ്രശ്നം? നീയ എബിയോടായി ചോദിച്ചു. അലക്സിനെ ഞാൻ വിളിച്ചു തരാം, നീ ചോദിക്കും, എബി ഗൗരവത്തിൽ പറഞ്ഞു. ഓ വേണ്ട, ഞാനൊരു തമാശ, നീയ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുന്നേ എബി മറുപടി പറഞ്ഞു.
കൂടുതൽ തമാശിക്കാതെ അടങ്ങിയിരിക്കടി. അവന്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് സൈഡ് ഗ്ലാസ്സിലൂടെ പുറകിലേക്ക് പോയിക്കൊണ്ടിരുന്നു. രാവിലെ ഇറങ്ങിയ ടൈം മുതൽ ഒരു കാർ ഫോളോ ചെയ്യുന്നുണ്ട്. അത് കണ്ട് അവന്റെ കണ്ണൊന്ന് കുറുകി. അവരെ കോളേജിൽ ഇറക്കി. ഒന്ന് നിന്നേ. രണ്ടുപേരും അവനെ നോക്കി. അപ്പോഴേക്കും ദേവ് വന്ന് മുന്നിലിരുന്നു. പരിചയമില്ലാത്ത ആരോടും കൂടുതൽ സംസാരിക്കാൻ നിൽക്കരുത്. പിന്നെ എന്ത് സാഹചര്യമായാലും ശരി, കോളേജിന് പുറത്ത് ഞാനോ ക്രിസ്റ്റിയോ വരാതെ ഇറങ്ങരുത്. ഞങ്ങളോട് പറയാതെ എങ്ങോട്ടും പോവുകയും ചെയ്യരുത്. അവൻ ഗൗരവത്തിൽ പറയുന്നത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവർ പോയി. റിയ അവനെ ഒരു നോട്ടം കൊണ്ട് പോലും കടാക്ഷിച്ചില്ല. ഇപ്പോൾ ഇതാണ് അവസ്ഥ. അന്നവൻ അവളോട് സംസാരിച്ചതിൽ പിന്നെ അവന്റെ പിറകെ കൂടുതൽ നടക്കില്ല. ഒരു പൊടിക്ക് അവൾ അടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഓഫീസിൽ റീത്തയും വരുന്നുണ്ട്. ദേവും എബിയും കയറി വരുമ്പോൾ തന്നെ കണ്ടു അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കുന്ന സ്റ്റാഫിനെ. പെട്ടെന്ന് ക്രിസ്റ്റിയും അവരുടെ ഒപ്പം ജോയിൻ ചെയ്തു. ഗുഡ് മോർണിംഗ് ആൾ. ഇന്നു മുതൽ അലക്സ് കുറച്ച് ദിവസം ഉണ്ടാകില്ല. അതുകൊണ്ട് ഇൻചാർജ് എനിക്കാണ്. എന്തുണ്ടെങ്കിലും എന്നോട് ചോദിച്ചു വേണം ചെയ്യാൻ. എബി അത് പറഞ്ഞ് ആരെയും നോക്കാതെ കയറിപ്പോയി. അവന്റെ പിന്നാലെ തന്നെ ക്രിസ്റ്റിയും. രണ്ടുപേരും ദേവുവിനെ നോക്കി കണ്ണ് ചിമ്മിയാണ് പോയത്. 11 മണിക്കുള്ള ടീ ബ്രേക്ക് ടൈം. ദേവു ഫോണും നോക്കി ക്യാനിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് വിഷ്ണു അങ്ങോട്ട് വന്നത്. അവനെ കണ്ട് ദേവു ഒന്ന് പുഞ്ചിരിച്ചു. എന്താ മാഡം ഫോണും നോക്കി ഒരു ഇരിപ്പ്? വിഷ്ണു അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. ഇച്ചായ ഇതുവരെ വിളിച്ചില്ല, ദേവു സങ്കടത്തോടെ പറഞ്ഞു. ഓ, വെറുതെ അല്ല. പിന്നെ കുറച്ചു സമയം രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. ദിക്ഷ, അവൾ എന്താണെന്ന പോലെ അവനെ നോക്കി. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ? അവന്റെ ചോദ്യം കേട്ട് അവൾ സംശയത്തോടെ അവനെ നോക്കി. എന്താ വിച്ചു? നിനക്ക് ശരിക്കും ഇഷ്ടമുണ്ടായിട്ട് തന്നെയാണോ ഈ കല്യാണത്തിന് സമ്മതിച്ചത്? വിഷ്ണു കുറച്ചു പരിങ്ങളോടെയാണ് ചോദിച്ചത്. ദേവുവിന്റെ ചിരിച്ച മുഖം മാറി. എന്താ അങ്ങനെ ചോദിച്ചത്? ദേവു ചോദിച്ചു. നിന്റെ യോഗ്യതയ്ക്ക് പറ്റിയ കുടുംബമല്ലല്ലോ. അത് പോയിട്ട് ഇവിടെ ആളുകൾ വളരെ മോശമായാണ് നിന്നെക്കുറിച്ച് അന്ന് സംസാരിച്ചത്, വിഷ്ണു പറഞ്ഞു. ആ മോശമായി പറഞ്ഞ ആളുകൾക്കുള്ളത് ഞങ്ങൾ കൊടുത്തോളാം. വിഷ്ണു അത് ആരൊക്കെയാണെന്ന് പറഞ്ഞു തന്നാൽ മതി. ക്രിസ്റ്റി ആയിരുന്നു അവന്റെ ഒപ്പം. എബിയുമുണ്ട്. പെട്ടെന്ന് അവരെ അവിടെ കണ്ടു. അവനൊന്ന് പരിങ്ങി. വേണ്ട ക്രിസ്റ്റി, ഇതിന് ഞാൻ മറുപടി കൊടുക്കാം. അല്ലെങ്കിൽ എനിക്ക് പ്രതികരിക്കാൻ അറിയില്ലെന്ന് പറയും ഇച്ചായൻ. അവളുടെ മുഖത്ത് ഇതുവരെ ഇല്ലാത്ത ഒരു ധൈര്യം നിറയുന്നത് അവർ കണ്ടു. വിഷ്ണു, ഈ പറഞ്ഞ യോഗ്യത അത് ഏതു തരത്തിലായാലും ശരി, അതിനേക്കാൾ മുകളിൽ എൻ്റെ ഇച്ചായനോട് എനിക്ക് പ്രണയമാണ്. അതിനേക്കാളേറെ എന്നെ എൻ്റെ ഇച്ചായൻ പ്രണയിക്കുന്നുണ്ട്. ഇച്ചായൻ എന്നെ പ്രണയിക്കുന്നു എന്നൊരു കാരണം മതി എന്നെ താഴേക്ക് വലിക്കുന്ന എല്ലാ യോഗ്യതകൾക്കും മറുപടിയായി. ദേവുവിൻ്റെ വാക്കുകൾ ക്രിസ്റ്റിയിലും എബിയിലും പുഞ്ചിരി നിറച്ചു. സോറി ദിഷ, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചല്ല. വിഷ്ണു ആകെ നിന്ന് വിയർക്കാൻ തുടങ്ങി. അതിന് ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ വിഷ്ണു, ദേവു ചെറു ചിരിയോടെ തന്നെ പറഞ്ഞു. അവൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചുപോയി. എബിയും ക്രിസ്റ്റിയും അവളുടെ കൂടെ ഇരുന്നു ചായ കുടിച്ചു കുറച്ചു നേരം സംസാരിച്ചാണ് അകത്തേക്ക് പോയത്. ദേവുവിനോട് റീത്തയ്ക്ക് സംസാരിക്കാൻ എന്തോ ഒരു മടി. ഇടയ്ക്കിടയ്ക്ക് അവളെ നോക്കി ചിരിക്കുന്നുണ്ട്. ദേവുവും തിരിച്ച് ചിരിച്ചു. കുറച്ചു കഴിഞ്ഞ് ദേവുവിൻ്റെ ഫോൺ റിങ് ചെയ്തു. അവൾ കോൾ എടുത്തു. നമ്പറൊന്നും ജോലിക്കിടയിലായതുകൊണ്ട് ശ്രദ്ധിച്ചില്ല. ഹലോ ഹലോ. 2 ഹലോ പറഞ്ഞു. അനക്കമില്ല. അവൾ നമ്പർ ഒന്ന് നോക്കി. ഇച്ചായ, ദേവ് വിളിച്ചു. അല്ലു ഒന്ന് മൂളി. എന്താ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നേ? ദേവ് ചോദിച്ചു. ചുമ്മാ, എൻ്റെ കൊച്ചിൻ്റെ ശബ്ദം കേൾക്കാൻ നല്ല രസമല്ലേ കേട്ടിരിക്കാൻ. അതുകൊണ്ട് മിണ്ടാതെ ഇരുന്നതാണ്, അല്ലു ചെറു ചിരിയോടെ പറഞ്ഞു. എന്താ എന്നെ രാവിലെ വിളിച്ചപ്പോൾ തിരക്കാഞ്ഞത്? ദേവു പരിഭവത്തോടെ ചോദിച്ചു. ഓഹോ, അപ്പം മോൾ അവിടെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു അല്ലേ? അല്ലു ചോദിച്ചു. ചുമ്മാ നിന്നെ പിന്നെ വിളിക്കാമെന്ന് കരുതി. ഇവിടെ ഇപ്പോൾ പാതിരാത്രിയാണ് കൊച്ചേ, അല്ലു പറഞ്ഞു. അയ്യോ, എന്നാ ഇച്ചായം കിടന്നോ? കഴിച്ചോ വല്ലതും? ദേവു പെട്ടെന്ന് ചോദിച്ചു. ഞാൻ കഴിച്ചടാ. സൂക്ഷിക്കണം. പിന്നെ ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വിളിക്കാം. മെസ്സേജ് അയച്ചിട്ടേക്കാം കേട്ടോ. ടൈം സെറ്റ് ആകൂലടി, അല്ലു പറഞ്ഞു. അത് കേട്ടതും അവളുടെ മുഖം മാറി. എൻ്റെ പൊന്നു കൊച്ചേ, മുഖം കയറ്റി പിടിക്കേണ്ട. ഞാൻ ഉറക്കമൊഴിഞ്ഞ് ഇതുപോലെ വിളിക്കേണ്ടി വരും. അതാ പറഞ്ഞത്. പകലുള്ള മീറ്റിങ്ങും കറക്കമൊക്കെ കഴിഞ്ഞ് വന്ന് കിടക്കുമ്പോൾ ഒരു നേരമാകൂടി ഇനി. ഞാൻ നാളെ മുതലാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലു പറഞ്ഞു. ശരി ചായ, ഫുഡൊക്കെ കഴിക്കണേ, ദേവു കരുതലോടെ പറഞ്ഞു. ഞാൻ കഴിച്ചോളാം. എൻ്റെ കൊച്ചും കഴിച്ച് നല്ല കുട്ടിയായിട്ട് ഇരിക്ക്. പിന്നെ അവന് കൊടുത്ത മറുപടിയൊക്കെ എനിക്ക് ഇഷ്ടമായി കേട്ടോ, അല്ലു പറഞ്ഞു. അതിച്ചായൻ, ഞാൻ അറിഞ്ഞു. എനിക്ക് നിന്റെ 2 ബോഡി ഗാർഡ്സ് മെസ്സേജ് അയച്ചു അപ്പോൾ തന്നെ. ശരിടാ, ഉറക്കം വരുന്നുണ്ട്. മിസ് യു കുഞ്ഞെ, അല്ലു പറഞ്ഞു. മിസ് യു ടു ചായ. അപ്പോഴേക്കും കോൾ കട്ടായി. ദേവു ചിരിയോടെ ഫോൺ ബാഗിലേക്ക് വെച്ചു. റീത്ത ദേവുവിനെ നോക്കിയിട്ട് അവളുടെ ജോലിയിലേക്ക് തിരിഞ്ഞു. മിഥുൻ ഇപ്പോൾ വീട്ടിലാണ്. അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ അവന് ഒരാളുടെ സഹായം എപ്പോഴും വേണം. 2 ആഴ്ച കൂടെ കഴിഞ്ഞ് അവനൊന്ന് നടന്നു തുടങ്ങും. മോനെ. അവൻ ഓരോന്ന് ആലോചിച്ച് കിടക്കുകയാണ്. അപ്പോഴാണ് അവൻ്റെ അമ്മ അടുത്തേക്ക് വന്നത്. എന്താ അമ്മേ?
നിന്നെ കാണാൻ 2 പേര് വന്നിട്ടുണ്ട്. അവർ അവനെ പിടിച്ചിരുത്തി. അകത്തേക്ക് കയറി വരുന്നവരെ കണ്ട് മിഥുന്റെ കണ്ണുകൾ വിടർന്നു. സാർ? ഓ, അവൻ തന്നെ എടുത്തു നന്നായി പണിതല്ലേ? ഞാനന്ന് അവളവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് കുറെ കറങ്ങി. ഒടുവിൽ ഒരവസരം കിട്ടിയതായിരുന്നു. പക്ഷേ അവൾ രക്ഷപ്പെട്ടു എൻ്റെ കയ്യിൽ. അവളെ ഇനിയും കിട്ടും. അന്ന് അവൾ രക്ഷപ്പെട്ടു പോകാൻ കഴിയാതെ കിടന്നു പിടയും. അവൻ്റെ മുഖത്ത് അവളോടുള്ള ദേഷ്യം നിറഞ്ഞു. ഹേയ് കോൾ, താൻ ഓക്കെ ആകട്ടെ. അവനിപ്പോൾ നാട്ടിലില്ല. 1 മാസം സമയമുണ്ട്. അതിനുള്ളിൽ എങ്ങനെയെങ്കിലും അവളെ നമ്മുടെ കയ്യിൽ കിട്ടും. അവളെ എത്രയൊക്കെ തന്നെ അവൻ പൊതിഞ്ഞു പിടിച്ചാലും ഞാൻ എന്ന കഴുകൻ്റെ കണ്ണ് അവൾക്ക് മേലെ പതിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കണ്ണിലും ഒരു തിളക്കം വന്നു. തനിക്ക് കാശിൻ്റെ ആവശ്യം വല്ലതുമുണ്ടോ? ഇല്ല സാർ. സാർ തന്നെയല്ലേ ഹോസ്പിറ്റലിൽ കാശൊക്കെ അടച്ചത്? ശരിയിടോ, താൻ റെഡിയായിട്ട് വേണം നമുക്കൊന്ന് കൂടാൻ. അത് പറഞ്ഞ് വന്നവർ ഇറങ്ങി. ആരാ മോനെ? അത് ഏതൻ സാർ. കൂടെ ഉണ്ടായിരുന്നത് അയാളുടെ ഫ്രണ്ടാണ് റയാൻ. പിന്നെയും ദിവസങ്ങൾ വേഗത്തിൽ തന്നെ പോയി. ഇന്ന് അലക്സ് പോയിട്ട് 15 ദിവസമായി. ദേവുവിനെ ഇടയ്ക്ക് വിളിക്കും, പിന്നെ മെസ്സേജ് അയക്കും. അവൻ്റെ തിരക്ക് അറിയുന്നത് കൊണ്ട് അവൾ ഒരു പരാതിയും പറഞ്ഞില്ല. ഇന്ന് എബിക്ക് ഒരു അത്യാവശ്യ മീറ്റിംഗ് ഉള്ളത് കൊണ്ട് നേരത്തെ പോയി. അവൻ്റെ ഒപ്പം തന്നെ ക്രിസ്റ്റിയും പോയി. ഗാർഡ്സാണ് ദേവുവിനെയും നിയെയും ഒക്കെ ഡ്രോപ്പ് ചെയ്യുന്നത്. പ്രത്യേകം കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ചാണ് അവർ പോയത്. മീറ്റിംഗ് കുറച്ച് ദൂരെ ആയതുകൊണ്ട് രാവിലെ തന്നെ അവർ പോയി. ഗാർഡ്സ് അവരെയും കൊണ്ട് ഇറങ്ങുമ്പോൾ തന്നെ എന്നത്തെയും പോലെ ഒരു കാർ അവരെ ഫോളോ ചെയ്ത് തുടങ്ങി. പക്ഷേ ഗാർഡ്സ് അത് ശ്രദ്ധിച്ചില്ല. മീറ്റിംഗ് കഴിഞ്ഞിറങ്ങുമ്പോൾ 11 മണി കഴിഞ്ഞു. ക്രിസ്റ്റിയും എബിയും ഫോൺ കാറിൽ വെച്ച് ആണ് 2 പേരും മീറ്റിങ്ങിന് പോയത്. തിരിച്ചു വരുമ്പോൾ ഫോണിൽ ഒരുപാട് മിസ്ഡ് കോൾ ഉണ്ട്. 2 പേരും ഞെട്ടി. അപ്പോൾ തന്നെ തിരിച്ചു വിളിച്ചു. വാട്ട്? നിന്നോടൊക്കെ പിന്നെ എന്താടാ പറഞ്ഞിട്ട് വന്നത്? ശ്രദ്ധിക്കണമെന്ന് 100 വട്ടം പറഞ്ഞതല്ലേ? ഇപ്പോൾ ഏത് ഹോസ്പിറ്റലിലാണ്? എബിയുടെ അലർച്ച കേട്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. എന്താ ഇച്ചായ? ക്രിസ്റ്റി ചോദിച്ചു. നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ എത്തണം. വാ. എബി അത്രയും പറഞ്ഞ് പുറത്തേക്കിറങ്ങി. പിന്നാലെ ക്രിസ്റ്റിയും ഇറങ്ങി. എബിയും ക്രിസ്റ്റിയും വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയത് കാരണം അലക്സ് പോകും മുന്നേ പ്രധാനമായും പറഞ്ഞ ഒരേ ഒരു കാര്യമാണ് നീയെയും ദേവും 2 പേരെയും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. അവർ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അവിടെ ഗാർഡ്സ് ഉണ്ട്. 2 പേരും അവരെ ദേഷ്യത്തിൽ നോക്കി അവരുടെ അടുത്തേക്ക് പോയി. നീയൊക്കെ എവിടെയാടാ ദേവുവിനെ ഒറ്റയ്ക്കാക്കി പോയത്? എബി ചൂടായി. സാർ, ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ മേഡം ഞങ്ങൾ പറഞ്ഞത് കേൾക്കാതെ പുറത്തേക്ക് ഇറങ്ങിയതാണോ? അവർ തലകുനിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ ശരിക്കും സംഭവിച്ചത്? ക്രിസ്റ്റി ചോദിച്ചു. സാർ, ഞങ്ങൾ അവരെ കോളേജിലാക്കി ഓഫീസിലേക്ക് തിരിക്കുമ്പോഴായിരുന്നു കുറച്ചു പേര് വണ്ടി തടഞ്ഞത്. അതാണെങ്കിൽ ഒരാളൊഴിഞ്ഞ ഭാഗം. ഞങ്ങൾ അവരെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു എന്ത് സംഭവിച്ചാലും മേഡം കാറിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന്. അയാൾ ഒന്ന് നിർത്തി. അവർ 6 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും. അവസാനം നമ്മുടെ ജോജിയെ ഒരുത്തൻ വടിവാള് കൊണ്ട്. അത് കണ്ടാണ് മേഡം ഇറങ്ങിയത്. അവർ മേഡത്തെ കൊണ്ടുപോകാൻ നോക്കിയതാണെന്ന് തോന്നുന്നു. ആ പിടിവലിയിലാണ് ആ വാള് മേഡത്തിൻ്റെ കയ്യിൽ കൊണ്ടത്. മേഡത്തിന് 4 സ്റ്റിച്ചുണ്ട്. ജോജിക്ക് വെട്ട ആഴത്തിലാണ് കൊണ്ടത്. ഒരു സർജറി വേണം എന്ന് ഡോക്ടർ പറഞ്ഞു. അയാൾ പറഞ്ഞു. എബിയും ക്രിസ്റ്റിയും പരസ്പരം നോക്കി. അവരെ കണ്ടാലറിയോ? എബി ചോദിച്ചു. അവരെ അറിയാം സാർ. അതിൽ ഒരുത്തൻ്റെ ഫോൺ എൻ്റെ കയ്യിലുണ്ട്. അവർ കയ്യിലുള്ള ഫോൺ കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഞങ്ങളൊന്ന് അവരെ കാണട്ടെ, ക്രിസ്റ്റി പറഞ്ഞു. ക്രിസ്റ്റിയും എബിയും ദേവുവിനെ കാണാൻ കയറി. അവൾ മയക്കത്തിലാണ്. ഇടയ്ക്ക് ഇച്ചായനെന്ന് പറയുന്നുണ്ട്. അവളെ ഒന്ന് നോക്കിയിട്ട് അടുത്ത് നേരെ ഐസിയുവിൻ്റെ മുന്നിലേക്ക് പോയി. ജോജുവിൻ്റെ സർജറി സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് ഇനി വൈകുന്നേരം കാണാനേ പറ്റുമെന്ന്. അവർ ദേവുവിൻ്റെ അടുത്തേക്ക് പോയി. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊഴിഞ്ഞ പാടുകൾ കാണാൻ പറ്റുന്നുണ്ട്. ക്രിസ്റ്റിയും എബിയും ഒരുപോലെ അവളെ നോക്കി. ഇച്ചായ? എബി എന്തോ ആലോചനയോടെ നിൽക്കുവാണ്. അലക്സ് ഇച്ചായനോട് പറയണോ? ക്രിസ്റ്റി ചോദിച്ചു. വേണം, അല്ലെങ്കിൽ അവന് പിന്നെ അത് മതി. എബി ഫോൺ എടുത്ത് അലക്സിന് അപ്പോൾ തന്നെ ഒരു മെസ്സേജ് അയച്ചു. ദേവുവിന് ബോധം വന്നപ്പോൾ അവളുടെ 2 വശത്തായി ക്രിസ്റ്റിയും എബിയും ഉണ്ട്. അവളൊരു ചിരിയോടെ 2 പേരെയും മാറി മാറി നോക്കി. രോഗിയെ കിടത്തിയിട്ട് കൂടെ വന്നവർ ഉറക്കമാണോ? പെട്ടെന്ന് ശബ്ദം കേട്ട് 2 പേരും ദേവുവിനെ നോക്കി. അവളുടെ മുഖത്തെ ചിരി കണ്ട് ഇത്തിരി ആശ്വാസം തോന്നി. ഒറ്റ ഒരെണ്ണം തന്നാലുണ്ടല്ലോ. നിന്നോട് മലയാളത്തിലല്ലേ കൊച്ചെ അവർ പറഞ്ഞത് പുറത്തിറങ്ങരുതെന്ന്? എബി കലിപ്പിൽ ചോദിച്ചു. ദേവു ഒന്ന് ഞെട്ടി. അവൾക്ക് പെട്ടെന്ന് ഇച്ചായനെ ഓർമ്മ വന്നു. ആലോചിച്ചു കൂട്ടേണ്ട, ഇച്ചായനോട് എബിച്ചൻ പറഞ്ഞു. അവളുടെ മുഖത്ത് മാറി മാറി വിരിയുന്ന ഭാവം കണ്ട് ക്രിസ്റ്റി പറഞ്ഞു. ഈശ്വരാ, ഇച്ചായൻ എന്നെ പറയണ്ടായിരുന്നു. പിന്നെ പറയാതെ. എബി കലിപ്പിൽ തന്നെയാണ്. ദേവു ആണെങ്കിൽ ഇപ്പം കരയും എന്ന പോലെയായി. ക്രിസ്റ്റി കണ്ണ് ചിമ്മി കാണിച്ചു. എബിച്ചാ, ആ വെട്ടുകൊണ്ട ആൾക്ക് എങ്ങനെയുണ്ട്? അവൻ ഐസിയുലാണ്. അപ്പോഴേക്കും അവളെ നോക്കാൻ ഡോക്ടർ വന്നു. വേറെ കുഴപ്പമൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ അവൾക്ക് ഡിസ്ചാർജ് കൊടുത്തു. പിന്നെ ബില്ലടച്ച്. ജോജുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞു. അവർ 2 പേരും ഇറങ്ങി. ക്രിസ്റ്റിയും എബിയും ഒപ്പം ദേവുവും പതിവില്ലാതെ ആ സമയത്ത് വീട്ടിൽ കയറി വന്നപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി. അയ്യോ, എൻ്റെ കൊച്ചിന് എന്താടാ പറ്റിയേ? വല്യമ്മച്ചി അവളുടെ കയ്യിലെ കെട്ട് കണ്ട് ചോദിച്ചു. എബി ദേഷ്യത്തിൽ ദേവുവിനെ നോക്കി.
അവൾ ക്രിസ്റ്റിയുടെ പുറകിൽ ഒളിച്ചു. എന്താ അബി, മോൾക്ക് പറ്റിയേ? ജെസ്സി ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല. പറഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ തലയിലിട്ട് കൊടുക്കേണ്ടി വരും. എബി ഒന്ന് ദേഷ്യത്തിൽ നോക്കി കയറിപ്പോയി. ക്രിസ്റ്റി ഉണ്ടായതൊക്കെ പറഞ്ഞു. എന്തിനാ മോളെ പുറത്തേക്ക് ഇറങ്ങിയത്? അവർ പറഞ്ഞതല്ലേ. അയാൾ ആ ചേട്ടനെ. നിന്റെ കെട്ടിയോനായിരുന്നു ഇപ്പോൾ എബിയുടെ സ്ഥാനത്തെങ്കിൽ നിന്നെ എടുത്ത് വല്ല തോട്ടിലും ഇട്ടേനെ കൊച്ചേ. അവന്മാർക്ക് ഈ വെട്ട് കൊത്തു ഒന്നും പുത്തരിയല്ല. അവരുടെ ജോലി തന്നെ അതല്ലേ കൊച്ചേ. അവൾ എല്ലാവരെയും ദയനീയമായി നോക്കി. മോള് പോയി കിടന്നോ, റെസ്റ്റ് എടുക്കാൻ നോക്ക്. അവൾ എല്ലാവരെയും നോക്കിയിട്ട് മുറിയിലേക്ക് പോയി. പിന്നെ അവൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് എബിയുടെ മുറിയിലേക്ക് പോയി. എബി കിടക്കുകയായിരുന്നു. അവൾ അവൻ്റെ അടുത്തേക്ക് പോയി. എബിച്ച, എന്താ മോളെ, കൈ വേദനിക്കുന്നുണ്ടോ? ബെഡിൽ നിന്ന് ചാടി എണീറ്റ് ചോദിച്ചത് ആയിരുന്നു. അവളൊന്ന് ഞെട്ടി. ഞാൻ എബിച്ചനോടൊരു കാര്യം പറയാൻ വന്നതാ. വാ ഇവിടെ ഇരിക്കെ. അവൻ അവളെ അടുത്തേക്ക് വിളിച്ചിരുത്തു. എബിച്ച, അതൊരു മനുഷ്യനല്ലേ. അപ്പോൾ ആ ചേട്ടന് പെട്ടെന്ന് എന്തെങ്കിലും പറ്റും എന്ന് കരുതി ഞാൻ ഇറങ്ങിപ്പോയതാ. അല്ലാതെ നിങ്ങളാരും പറഞ്ഞത് അനുസരിക്കാതെ ഇരുന്നതല്ല. എന്നോട് ദേഷ്യം കാണിക്കല്ലേ. എബിക്ക് അവളോട് വല്ലാത്ത വാത്സല്യം തോന്നി. അവൻ അവളുടെ തലമുടിയിൽ തലോടി കൊടുത്തു. നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ലടാ കാര്യം. നിനക്കൊന്നും അറിയില്ല. അലക്സിന് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ആവശ്യത്തിലധികം ശത്രുക്കളുണ്ട്. അവനെ നേരിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അവൻ്റെ ജീവൻ ഇപ്പോൾ നീയാണെന്ന് എല്ലാവർക്കും അറിയാം. അവനെ വേദനിപ്പിക്കണം, അല്ലെങ്കിൽ അവനെ തളർത്തണം. എങ്കിൽ നിന്നെ മുൻനിർത്തിയാൽ മതി എന്ന് ശത്രുക്കൾക്കറിയാം. അതുകൊണ്ടാണ് അവൻ പ്രത്യേകം പറഞ്ഞത് നിന്നോട് സൂക്ഷിക്കാൻ. എബി ശാന്തമായി പറഞ്ഞു. നിന്റെ ഉള്ളിൽ കള്ളമൊന്നുമില്ല. അതുകൊണ്ട് നിനക്ക് ചതി എന്താ എന്ന് പോലും അറിയില്ല. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും കണ്ണുമടച്ച് വിശ്വസിക്കുന്ന നിന്റെ സ്വഭാവം മാറ്റണം. എന്ത് ചെയ്യുമ്പോഴും 2 പ്രാവശ്യം ചിന്തിക്കണം. മനസ്സിലായോ? അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവൾ പുഞ്ചിരിയോടെ അവളുടെ മുറിയിലേക്ക് എണീറ്റുപോയി. എബി കുറച്ചു കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി. കയ്യിൽ ഫോണും ഉണ്ടായിരുന്നു. ആ ഗുണ്ടയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഫോൺ.